ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹൈഡ് ആൻഡ് സീക്ക് എന്നതിൻ്റെ വർക്ക് ബുക്കിലെ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററും അതിലെ ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മലയാളം മീഡിയത്തിലെ കുട്ടികൾക്കുള്ളതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആവശ്യമുള്ളവർ STD2 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. വർക്ക് ഷീറ്റ് 8, അതായത് നമ്മുടെ 7 വരെയുള്ള വർക്ക് ഷീറ്റ്സ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആയിരുന്നു. അപ്പോൾ നമുക്കിനി ഈ 8 മുതലുള്ള വർക്ക് ഷീറ്റ്സ് ആണ് കേട്ടോ ഈ ചാപ്റ്ററിൽ വരുന്നത്. ഫോളോ ദ ആരോസ് ആൻഡ് റൈറ്റ് നമ്പേഴ്സ് ഇൻ ഓർഡർ. നമുക്കവിടെ താഴെ കുറച്ച് ബബിൾസും അതിൽ ചിലതിൽ കുറച്ച് നമ്പേഴ്സും എന്നാൽ അതുപോലെ കുറച്ച് ആരോ മാർക്സ്, അമ്പുകളൊക്കെ, അമ്പിൻ്റെ അടയാളങ്ങൾ കണ്ടോ, അതൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൽ 20 മുതലാണ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ബബിൾസിൽ, സർക്കിൾസിൽ അതായത് നമ്പർ എഴുതി കൊടുക്കണം. ഒരു ആരോ മാർക്ക് കഴിഞ്ഞ് തൊട്ടടുത്ത ആരോ മാർക്ക് എങ്ങോട്ടാണോ പോകുന്നത് ആ ബബിളിലാണ് നിങ്ങൾ തൊട്ടടുത്ത നമ്പർ എഴുതി കൊടുക്കേണ്ടത്. നോക്കിക്കേ, ഇപ്പോൾ 20 കഴിഞ്ഞ് നേരെ ആരോ മാർക്ക് പോകുന്ന ബബിൾ കണ്ടോ, അല്ലെങ്കിൽ ആ സർക്കിൾ കണ്ടോ, ആ സർക്കിളിൽ 20ക്ക് ശേഷമുള്ള 21 എഴുതുക. പിന്നെ 21ൽ നിന്ന് നേരെ ആരോ മാർക്ക് പോകുന്നത് 22 കഴിഞ്ഞ് ആരോ മാർക്ക് പോകുന്ന ബബിളിൽ എന്തെഴുതാം? 23 എന്നെഴുതി കൊടുക്കാം. 23 കഴിഞ്ഞാൽ നെക്സ്റ്റ് 24. ഇനി ഞാൻ നമ്പേഴ്സ് ഇങ്ങനെ വഴിക്ക് വഴിയായിട്ട് എഴുതുന്നുണ്ട് കേട്ടോ, ആരോ മാർക്ക് ശ്രദ്ധിക്കണേ. 24 കഴിഞ്ഞാൽ നെക്സ്റ്റ് സർക്കിൾ 25, 26, 27, 28, 29, 30, 31, 32, 33, 34, then 35, 36, 37 കഴിഞ്ഞാൽ 38, അത് നമുക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. 38 കഴിഞ്ഞാൽ നെക്സ്റ്റ് സർക്കിളിലേക്ക് ആരോ മാർക്ക് പോകുന്നത് നോക്കൂ. അവിടെ നമുക്ക് 39 എഴുതാം. ദെൻ 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. ഇങ്ങനെയാണ് കേട്ടോ മക്കളെ നമ്മൾ ഈ കോളംസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. തെറ്റിപ്പോകരുത്, ആരോ മാർക്ക് ശ്രദ്ധിച്ച് തന്നെ ബബിൾസിൽ നമ്പേഴ്സ് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ, വർക്ക് ഷീറ്റ് 9. ഡ്രോ ഷേപ്സ് ടു ഷോ ഈച്ച് നമ്പർ, റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഓൾസോ. നമുക്കവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പിൽ, അല്ലെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പ് കണ്ടോ, പിങ്ക് കളറിലുള്ള, അത് ടെൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ ഗ്രീൻ കളറിലുള്ള സർക്കിള് വൺസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് എത്ര ടെൻസ് ഉണ്ടോ അത്ര റെക്റ്റാങ്കിൾസ് വരച്ചു കൊടുക്കുക, എത്ര വൺസ് ഉണ്ടോ അത്ര സർക്കിൾസ് വരച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് 4 നമ്പേഴ്സ് അവിടെ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ നമ്പർ 53 ആണ്. 53ൽ എത്ര ടെൻസ് ഉണ്ട് മക്കളെ? 5 ടെൻസ് ആണ് ഉള്ളത് അല്ലേ? 53, 5 ടെൻസ് ചേർന്നാലാണ് 50 ആവുക. പിന്നെ അതിലേക്കൊരു 3 വൺസ് കൂടെ ചേരുമ്പോൾ 53 ആവും. അപ്പോൾ 53ൽ 5 ടെൻസ് ആണുള്ളത്, അതുകൊണ്ട് 5 റെക്റ്റാങ്കിൾസ് വരച്ചു. 3 വൺസ് ആണുള്ളത്, അതുകൊണ്ട് 3 സർക്കിൾസ് വരച്ചു കൊടുത്തു. നെക്സ്റ്റ് നമ്പർ 35 ആണ്. 35ൽ എത്ര ടെൻസ് ഉണ്ട്? 3 ടെൻസ് ആണുള്ളത്, അതുകൊണ്ട് നമുക്ക് 3 റെക്റ്റാങ്കിൾസ് വരച്ചു കൊടുക്കാം. പിന്നെ 5 വൺസ് ആണുള്ളത്, അപ്പോൾ നമുക്ക് 5 സർക്കിൾസ് വരച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമ്പർ 22 ആണ്. 22ൽ 2 ടെൻസ് ആണുള്ളത്, അപ്പോൾ 2 റെക്റ്റാങ്കിൾസ് വരയ്ക്കാം. 2 വൺസ് ഉണ്ട്, 2 സർക്കിൾസ് വരച്ചു കൊടുക്കാം. ഫൈനൽ നമ്പർ 46 ആണ്. 46ൽ 4 ടെൻസ് ആണുള്ളത്, അപ്പോൾ 4 റെക്റ്റാങ്കിൾസ് വരയ്ക്കാം. 6 വൺസ് ഉണ്ട്, അതുകൊണ്ട് 6 സർക്കിൾസും വരച്ചു കൊടുത്താൽ 46 ആയി. വർക്ക്ഷീറ്റ് 10 നോക്കൂ. റൈറ്റ് ദ നെക്സ്റ്റ് നമ്പർ, റൈറ്റ് ദ മിഡിൽ നമ്പർ, റൈറ്റ് ദ പ്രീവിയസ് നമ്പർ. അതായത് തൊട്ടടുത്ത സംഖ്യയും നടുവിലുള്ള സംഖ്യകളും അതുപോലെ തൊട്ട് മുൻപുള്ള സംഖ്യകളും എഴുതി കൊടുക്കണം. അവിടെ ഏതൊക്കെ ബോക്സിലാണോ ഫില്ല് ചെയ്യാനുള്ളത് അവിടെ മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തേത് റൈറ്റ് ദ നെക്സ്റ്റ് നമ്പറാണ്. അതായത് ഒരു നമ്പർ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, അതിന് തൊട്ടടുത്ത നമ്പർ ഏതാണെന്ന് എഴുതി കൊടുക്കണം. പിന്നെ അപ്പോൾ ഏതാണ് മക്കളെ? ഫസ്റ്റ് 19 ആണ് വന്നിട്ടുള്ളത്. 19 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന അടുത്ത സംഖ്യ ഏതാണ്? അടുത്ത നമ്പർ ഏതാണ്? നമുക്കറിയാം 20 ആണ് അല്ലേ? പിന്നെ അതുപോലെ സെക്കൻഡ് വൺ തന്നിട്ടുള്ളത് 29 ആണ്. 29 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 30 ആണ്. അതുപോലെ തേർഡ് വന്നിട്ടുള്ളത് 9 ആണ്. 9 കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമ്പർ 10 ആണ്. പിന്നെ 10 കഴിഞ്ഞാൽ 11, 38 കഴിഞ്ഞാൽ 39.
പിന്നെ റൈറ്റ് ദ മിഡിൽ നമ്പർ. രണ്ട് നമ്പേഴ്സ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, അതിൻ്റെ നടുവിലുള്ള നമ്പറാണ് മിസ്സിങ്. സോ 39 അത് കഴിഞ്ഞാൽ 40 41, 19 20 21, 37 38 39, 16 17 18, 24 25 26. റൈറ്റ് ദ പ്രീവിയസ് നമ്പർ. അടുത്തത് പ്രീവിയസ് നമ്പർ എന്ന് വെച്ചാൽ തൊട്ട് മുൻപുള്ള നമ്പർ. ഒരെണ്ണം നമുക്കവിടെ തന്നിട്ടുണ്ട് 30 31, പിന്നെ 12ന് തൊട്ട് മുൻപുള്ളത് 11, 22ക്ക് തൊട്ട് മുൻപുള്ളത് 21, 48ന് പ്രീവിയസ് 47, 38ൻ്റെ പ്രീവിയസ് നമ്പർ 37. ഇങ്ങനെയാണ് കേട്ടോ വരിക. ഇനി ഇതിൽ കുറച്ചുകൂടെ ബാക്കിയുണ്ട്, നോക്കിക്കേ. 38ന് ശേഷം 39. ഞാൻ നിങ്ങൾക്ക് സുഖത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ മക്കളെ ഇങ്ങനെ രണ്ട് കട്ട് ചെയ്തിട്ട് വീഡിയോ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത്. 38ന് ശേഷം 39, 30ക്ക് ശേഷം 31, 33ക്ക് ശേഷം 34, 40ക്ക് ആഫ്റ്റർ 41, 15ന് ആഫ്റ്റർ 16, 26 27. അതുപോലെ നെക്സ്റ്റ് മിഡിലുള്ള നമ്പർ 24 25 26, 48 49 50, 29 30 31, 10 11 12, 18 19 20, 22 23 24. ഇനി പ്രീവിയസ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 38ന് പ്രീവിയസ് നമ്പർ തൊട്ട് മുൻപുള്ള നമ്പർ 37, പിന്നെ അതുപോലെ 50ക്ക് മുൻപുള്ള നമ്പർ 49, 33ക്ക് മുൻപുള്ള നമ്പർ 32, 30ക്ക് മുൻപുള്ള നമ്പർ 29 ആണ്, 20ക്ക് മുൻപുള്ള നമ്പർ 19 ആണ്, 15ന് മുൻപുള്ള നമ്പർ 14 ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ എഴുതി കൊടുക്കണേ മക്കളെ. നെക്സ്റ്റ് വർക്ക്ഷീറ്റ് നോക്കാം. വർക്ക്ഷീറ്റ് 11. ലെറ്റ്സ് സ്പിൻ ദ വീൽ. അതായത് വീല് കറക്കാനാണ്. ഇവിടെ നമുക്കൊരു വീല് തന്നിട്ടുണ്ട്, അതിന് ചുറ്റും കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, ഒരു ആരോ മാർക്കും ഉണ്ട്. അപ്പോൾ ഈ ആരോ മാർക്ക് ഏത് നമ്പറിലാണോ നിൽക്കുന്നത്, നിങ്ങൾ സ്പിൻ ചെയ്യുമ്പോൾ ഏത് നമ്പറിൽ വന്നാണോ ആരോ മാർക്ക് നിൽക്കുന്നത് ആ നമ്പറാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്പിൻ വീലൊക്കെ ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിൽ കളിച്ചു നോക്കാവുന്നതാണ്. ഇവിടെ കുറച്ച് കുട്ടികൾ വീല് സ്പിൻ ചെയ്തു. അവർക്ക് കിട്ടിയിട്ടുള്ള നമ്പേഴ്സ് ഇവിടെ താഴെ തന്നിട്ടുണ്ട്. നമ്പേഴ്സ് ഈച്ച് ഗോട്ട് നോക്കിയേ. ദിയയ്ക്ക് കിട്ടിയത് 23, അർജുൻ 49, ഷിഫ 23, മനാഫ് 45, നിയ 36, ജെൻസൺ 12. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ? ഹൂ ഗോട്ട് ദ ലാർജസ്റ്റ് നമ്പർ? ഇതിൽ ഏറ്റവും വലിയ നമ്പർ കിട്ടിയത് ആർക്കാണ്? നോക്കിക്കേ മക്കളെ, ഈ തന്നിട്ടുള്ള നമ്പേഴ്സിൽ ഏതാണ് ലാർജസ്റ്റ് നമ്പർ? 49 ആണല്ലേ. അപ്പോൾ 49 ആണ് കിട്ടിയത്. ആ നമ്പർ കിട്ടിയത് ആർക്കാണ്? അർജുനാണ്. സോ അർജുനാണ് കിട്ടിയത് ലാർജസ്റ്റ് നമ്പർ. ഹു ഗോട്ട് ദ സെയിം നമ്പർ? ഇനി ഒരുപോലത്തെ നമ്പർ കിട്ടിയത് ആർക്കൊക്കെയാണ്? ഈ നമ്പേഴ്സിൽ സെയിം നമ്പേഴ്സ് ഏതൊക്കെയാണ് മക്കളെ? 23 രണ്ട് തവണ വരുന്നുണ്ടല്ലേ. 23 കിട്ടിയത് ദിയയ്ക്കും ഷിഫയ്ക്കും ആണ്. ഹൂ ഗോട്ട് ദ സ്മോളസ്റ്റ് നമ്പർ? ചെറിയ നമ്പർ ആർക്കാണ് കിട്ടിയത്? ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഇതിൽ 12 ആണ്. സോ 12 അത് കിട്ടിയത് ജെൻസൺ ആണ്. സോ ജെൻസൺ എന്നെഴുതി കൊടുക്കാം. ഹൗ മെനി ബോക്സസ്? നെക്സ്റ്റ് വർക്ക്ഷീറ്റ് 12 ആണ്. ഹൗ മെനി ബോക്സസ്? ഇവിടെ നമുക്ക് രണ്ട് ബോക്സുകൾ തന്നിട്ടുണ്ട്. രണ്ട് ബോക്സുകൾ മീൻസ് രണ്ട് കളറിലുള്ള ബോക്സുകൾ തന്നിട്ടുണ്ട്. ഒരെണ്ണം ഗ്രീൻ ബോക്സ് ആണ്, പിന്നെ കുറച്ച് വൈറ്റ് ബോക്സ്, അതായത് കളറൊന്നും കൊടുക്കാത്ത വൈറ്റ് ബോക്സും ഉണ്ട്. അപ്പോൾ അതിൽ ഗ്രീൻ ബോക്സ് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കൂ മക്കളെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. 20 ബോക്സസ് ആണ് ഗ്രീൻ ഉള്ളത്. വൈറ്റ് എത്ര എണ്ണം ഉണ്ട്? കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 30 എന്ന് കിട്ടും. സോ ടോട്ടൽ എത്രയാണ്? 20 + 30. 0 + 0 0 ആണ്. 2 + 3 5 ആണ്. സോ ടോട്ടൽ 50 ബോക്സസ് ആണ് ഇതിൽ ഉള്ളത്. ഇനി ഇതിൽ തന്നെ ലെറ്റ്സ് കളർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു ആക്ടിവിറ്റി കൂടെ തന്നിട്ടുണ്ട്. കളർ ദ ബോക്സസ് അക്കോർഡിംഗ് ടു ദ നമ്പേഴ്സ് ഗിവൺ. നമുക്ക് താഴെ തന്നിട്ടുള്ള നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ബോക്സിന് കളർ കൊടുക്കണം. സോ ഒരെണ്ണം 25 ബോക്സസിന് നിങ്ങൾ യെല്ലോ കളറും 15 ബോക്സസിന് നിങ്ങൾ ബ്ലൂ കളറുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു റോയിൽ 10 ആണുള്ളത്. അവിടെ പിന്നെ രണ്ടാമത്തെ റോ കൂടെ ആകുമ്പോൾ 20 ആയി. മൂന്നാമത്തെ റോ കൂടെ ആകുമ്പോൾ അതിലൊരു 5 കൂടെ കളർ കൊടുത്താൽ 25 ആയി. അപ്പോൾ 25 ബോക്സസ് യെല്ലോയും പിന്നെ ഒരു 15 ബോക്സസ് ഞാൻ ബ്ലൂവും കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് കളേർഡ് ബോക്സസ്, നിങ്ങൾ നിറം കൊടുത്ത ടോട്ടൽ ബോക്സസ് എത്രയാണ്? 25 + 15 = 40 ബോക്സസ് ആണ് കേട്ടോ ടോട്ടൽ കളർ കൊടുത്തത്. ഹൗ മെനി ബോക്സസ് ആർ ലെഫ്റ്റ് അൺകളേർഡ്? കളർ കൊടുക്കാതെ, നിറം കൊടുക്കാത്ത എത്ര ബോക്സസ് ഉണ്ട്? എണ്ണി നോക്കൂ. ഈ ലാസ്റ്റ് വരിയിലുള്ള മുഴുവൻ ബോക്സും ആണ്. സോ 10 ബോക്സസ് ആണ് ഉള്ളത്. ഒന്നുകിൽ കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള 50 നിന്ന് ഈ 40 മൈനസ് ചെയ്താലും മതി കേട്ടോ. അപ്പോഴും 10 ആണ് കിട്ടുക. നെക്സ്റ്റ് വർക്ക്ഷീറ്റ് 13. ഹിഡൻ നമ്പേഴ്സ് ആർ 11 13 22 and 32. ഇവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 1 2 3 4. അതിൽ ഒളിച്ചിരിക്കുന്ന നമ്പേഴ്സ്, അതായത് എഴുതാത്ത നമ്പേഴ്സ് ഏതൊക്കെയാണ്? ആദ്യം 11, പിന്നെ 12 13 14.
21, 22, 23, 24 അവിടെ 22, പിന്നെ 31, 32, 33, 34, 41, 42, 43, 44. അപ്പോൾ ഇതിൽ എഴുതാത്ത നമ്പേഴ്സ്, ഹിഡൻ ആയിട്ടുള്ള നമ്പേഴ്സ് 11ഉം 13ഉം 22ഉം 32ഉം ആണ്. ഇനി നമ്മോട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ മക്കളെ? മേക്ക് എ കാർഡ് ലൈക്ക് ദിസ് വിത്ത് എ ഹോൾ അറ്റ് ദ സെൻറ്റർ ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ദ നമ്പർ ഗ്രിഡ്. വൺ നമ്പർ ക്യാൻ ബി സീൻ. ക്യാൻ യു ഫൈൻഡ് ദ ഹിഡൻ നമ്പേഴ്സ്? ഇതുപോലെ മുകളിൽ തന്നിട്ടുള്ളതുപോലെ ഇതിൽ നിന്ന് കുറച്ച് ചതുരങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒരു നമ്പർ നിങ്ങൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. ഏതെങ്കിലും ഒരു നമ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടോ അതിന് ചുറ്റുമുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം കേട്ടോ മക്കളെ. ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് നോക്കൂ മക്കളെ, 27 ആണ്. 27ന് മുകളിലുള്ള എബവ് ഉള്ള നമ്പർ 26, 26ക്ക് ബിഫോർ 16 ആഫ്റ്റർ 36, 27ന് ബിഫോർ 17 ആഫ്റ്റർ 37, 27ന് തൊട്ട് താഴെയുള്ള നമ്പർ 28, 28ന് ബിഫോർ ഉള്ള നമ്പർ 18 ആഫ്റ്റർ ഉള്ള നമ്പർ 38. അപ്പോൾ ഇത് നിങ്ങൾ എടുക്കുന്ന നമ്പറിനനുസരിച്ച് ഇതിൻ്റെ ആൻസേഴ്സ് വ്യത്യസ്തമായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വർക്ക്ഷീറ്റ് 14. കണക്ട് ഈച്ച് നമ്പർ ടു ദ നെക്സ്റ്റ് നമ്പർ. ഒരു നമ്പർ സെലക്ട് ചെയ്ത് അതിന് തൊട്ടടുത്തുള്ള നമ്പറിലേക്ക് യോജിപ്പിച്ച് കൊടുക്കണം, കണക്ട് ചെയ്ത് കൊടുക്കണം. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട് 49ൽ നിന്ന് 50ലേക്ക്. അതായത് 49 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്പർ 50 ആണ്. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെയാണ് 39 കഴിഞ്ഞാൽ നെക്സ്റ്റ് 40. പിന്നെ ഇവിടെ 21ഉം 22ഉം ഒരുമിച്ചാണല്ലേ. 21 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 22 ആണ്. പിന്നെ അതുപോലെ 31 ആണ്. 31ന് തൊട്ട് മുൻപുള്ള നമ്പർ 30 ആണ്. സോ താഴെയുണ്ട് 30ൽ നിന്ന് 31ലേക്ക് യോജിപ്പിക്കാം. അതുപോലെ 15 കഴിഞ്ഞാൽ നെക്സ്റ്റ് 16 ആണ്. പിന്നെ അവസാനമായിട്ട് 10 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 11 ആണ്. അതും കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ മക്കളെ ഈ വർക്ക്ഷീറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് ഈച്ച് പെയർ ഓഫ് നമ്പേഴ്സ് ബിലോ ദ ലാർജർ നമ്പർ ഫസ്റ്റ്. ഓരോ പെയർ ഓഫ് നമ്പറും ഈ ബോക്സസിൽ എഴുതണം. ഏറ്റവും വലിയ സംഖ്യ ഏതാണോ അത് വേണം ആദ്യം എഴുതാനായിട്ട്. അപ്പോൾ ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് എഴുതേണ്ടത്. 50, അത് കഴിഞ്ഞാൽ 49, പിന്നെ 40, 39, 31, 30, 22, 21, 16, 15, 11, 10 ഇങ്ങനെ ഫില്ല് ചെയ്യാമേ. ലാസ്റ്റ് വർക്ക്ഷീറ്റ് നോക്കൂ, വർക്ക്ഷീറ്റ് 15. ലെറ്റ്സ് റൈറ്റ്. സി ഹൗ 35 ഈസ് റിട്ടൺ ഇൻ ഡിഫറെൻറ്റ് വേസ്. 35ന് ഡിഫറെൻറ്റ് വേസിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് 35 ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് 10 + 10 + 10 + 5. ബിറ്റ്വീൻ 34 ആൻഡ് 36, 30 + 5. ഇതിൻ്റെ എല്ലാം ആൻസർ 35 തന്നെയാണ് വരുന്നത്. ഇനി നമ്മോട് പറഞ്ഞിട്ടുള്ളത് നോക്കൂ, റൈറ്റ് 26 ഇൻ ഡിഫറെൻറ്റ് വേസ്. 26ന് ഡിഫറെൻറ്റ് വേസിൽ ഇതുപോലെ എഴുതണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഞാൻ എഴുതുന്നത് നോക്കൂ മക്കളെ, 2 10s 6 1s. അതാദ്യം നമുക്ക് എഴുതാം. 2 10 6 1s എന്ന് വെച്ചാൽ 26 ആണ്. ദെൻ 10 + 10 + 6, പിന്നെ 6 ആഡഡ് ടു 20, 4 ലെസ് ദാൻ 30, 20 + 6, 26 ഇൻ ലെറ്റേഴ്സ്. ഈ 6 രീതിയിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ റൈറ്റ് 30 ഇൻ ഡിഫറെൻറ്റ് വേസ്. 30യെ ഇതുപോലെ ഡിഫറെൻറ്റ് വേസിൽ എഴുതണം. ഇത് നമുക്ക് പല രീതിയിൽ എഴുതാം. ഞാൻ എഴുതുന്ന നോക്കൂ, 30 ഇൻ ലെറ്റേഴ്സ്, പിന്നെ 3 10s, ഓക്കെ. പിന്നെ 10 + 10 + 10, then 20 added to 10, between 31 and 29, and 5 less than 35. ഇതിൻ്റെ എല്ലാം ആൻസർ എന്താണ്? 30 തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് വർക്ക്ഷീറ്റ് 16. റൈറ്റ് ദ നമ്പർ എഴുതി കൊടുക്കണം. 7 more than 10. 10നേക്കാൾ 7 കൂടുതൽ, അതായത് 10 + 7 17. 5 less than 20, 20 - 5 15. 10 more than 30. 30യേക്കാൾ 10 കൂടുതൽ, അതായത് 30 + 10 40 ആണ്. 1 more than 49, 49 + 1 ആണ്, 50 ആണ് ആൻസർ. ദെൻ 10 less than 20. 10നെക്കാട്ടിലും 20യെക്കാട്ടിലും 10 കുറവ്, 20 - 10 10 ആണ്. 14 less than 44, 44നെക്കാട്ടിലും 14 കുറവ്, 44 - 14 ചെയ്താൽ മതി. ആൻസർ 30 ആണ് കേട്ടോ. ഇനി ഇതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, റൈറ്റ് ഇൻ ഡിഫറെൻറ്റ് വേസ്. 50യെ ഡിഫറെൻറ്റ് വേസിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ മക്കളെ. 5 10s 50 ആണ്, 40 + 10 50 ആണ്. ഇനി നിങ്ങൾക്ക് വേറെയും എഴുതാം, 10 + 10 + 10 + 10 + 10. അതിന് ആൻസർ 50 ആണ്. പിന്നെ 50 എന്ന് ലെറ്റേഴ്സിൽ എഴുതാം. 49 + 1 50 ആണ്. പിന്നെ 50 ones ചേർന്നാൽ 50 ആണ്. 20 ആഡഡ് ടു 30, 20ലേക്ക് 30 ആഡ് ചെയ്താൽ 50 ആണ്.
ട്വൈസ് ഓഫ് 25. ട്വൈസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഇരട്ടി അല്ലെ, അല്ലെങ്കിൽ ഡബിൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നമ്പറിലേക്ക് ആ നമ്പർ തന്നെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ട്വൈസ് എന്ന് പറയുക. സോ ഇവിടെ 25ൻ്റെ ട്വൈസ് എന്ന് പറയുമ്പോൾ 25 + 25, അതിന് ആൻസറും 50 ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഹൈഡ് ആൻഡ് സീക്ക് എന്നുള്ള ഈ ചാപ്റ്ററിൻ്റെ വർക്ക് ബുക്കിൽ ചെയ്യാനായിട്ടുള്ളത്. ചെയ്ത ആക്ടിവിറ്റീസൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റു ക്ലാസ്സുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്